ബയോ എൻടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടിഷ്യൂ സിസ്റ്റം, അതായത് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ സിസ്റ്റമാണ് പഠിച്ചത്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള പെർമനൻറ്റ് ടിഷ്യൂ സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികമായി തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. പെർമനൻറ്റ് ടിഷ്യൂ സിസ്റ്റം നമുക്ക് ബേസിക്കലി രണ്ടായി ഡിവൈഡ് ചെയ്യും. അതായത് പ്രൈമറി പെർമനൻറ്റും സെക്കൻഡറി പെർമനൻറ്റും. പ്രൈമറി പെർമനൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നതിന് മുന്നേ പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയും അതുപോലെ തന്നെ കോർട്ടെക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ആ ഒരു കൂട്ടം ടിഷ്യൂസിനാണ് നമ്മൾ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ടാകുന്നത് എപ്പിക്കൽ മെരിസ്റ്റത്തിനാണ്. അതായത് നമ്മൾ ലീനിയർ ഗ്രോത്തിന് ഉണ്ടാകാൻ സഹായിക്കുന്ന ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രൈമറി പെർമനൻറ്റായി മാറുന്നത്. അതായത് ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ സിസ്റ്റം ഡിവിഷനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ എടുക്കും. അതിന് ഡിഫറൻസിയേഷൻ എന്ന് പറയും. ആ ഡിഫറൻസിയേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സെൽസിനെയാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിക്കൽ മെരിസ്റ്റം ഡിഫറൻഷിയേറ്റ് ഉണ്ടാവുന്നതാണ് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ. രണ്ടാമതാണ് സെക്കൻഡറി പെർമനൻറ്റ് ടിഷ്യൂസ്. ഇതുണ്ടാകുന്നത് ലാറ്ററൽ മെരിസ്റ്റം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം നമ്മൾ തിക്നെസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന പറഞ്ഞില്ലേ. ഈ സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. ആ സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയും ഉണ്ടാകുന്ന ലാറ്ററൽ മെരിസ്റ്റത്തിനാണ്. ആ ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡറി പെർമനൻറ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോ എന്നുള്ള ഒരു കൂട്ടം ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. നമുക്കിനി ഈ രണ്ടെണ്ണം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ പെർമനൻറ്റ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് പറഞ്ഞാൽ ഒരേപോലത്തെ സിമിലർ സെൽസ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂസ്. അങ്ങനെ സിമിലർ ആയിട്ടുള്ള സെൽസ് സെയിം ഫംഗ്ഷൻ ഏറ്റെടുക്കുന്നതിനാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മൂന്നെണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാരൻകൈമ. പാരൻകൈമയുണ്ട്, കോളൻകൈമയുണ്ട്, സ്ക്ലീറൻകൈമയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാരൻകൈമ നോക്കാം. പാരൻകൈമ എന്ന് പറഞ്ഞാൽ ലിവിങ് സെൽസ് ആണ്. അതായത് ഒരു ന്യൂക്ലിയസും ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടാവാം. ഡിഫറെൻറ്റ് ഷേപ്സ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്സ് ഉണ്ടാവാം. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇത് പ്രൈമോർഡിയൽ ഒറിജിൻ ആണ്. ഏറ്റവും ആദ്യം ഈ സിമ്പിൾ പെർമനൻറ്റ് ഉണ്ടായത് പാരൻകൈമയാണ്. പാരൻകൈമ ടിഷ്യൂസ് ആണ്. അപ്പോൾ പ്രൈമോർഡിയൽ ഒറിജിൻ ആണ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സെൽസ് ഉണ്ടായെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ രണ്ടായിട്ട് മെയിനായിട്ട് നമുക്ക് പാരൻകൈമ പഠിക്കാൻ മോഡിഫിക്കേഷൻസ്. ഒന്ന് എയറൻകൈമ, രണ്ടാമത്തെ ക്ലോറൻകൈമ. എയറൻകൈമ എന്ന് പറയുന്നത് എയർ സാക്സ്, എയർ സ്റ്റോർ ചെയ്യുന്നത്. അത് ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിന് അതിന് ബോയൻസി, അത് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ സഹായിക്കുന്ന ഒരു ടിഷ്യൂസാണ് പാരൻകൈമയുടെ മോഡിഫിക്കേഷനാണ് എയറൻകൈമ. അപ്പോൾ ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കണ്ടുവരുന്നതാണ്. രണ്ടാമതാണ് ക്ലോറൻകൈമ. അതായത് ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പാരൻകൈമ സെൽസിനെയാണ് നമ്മൾ ക്ലോറൻകൈമ എന്ന് പറയുന്നത്. അതായത് ലീഫിലെ മീസോഫിൽ സെൽസിൽ ക്ലോറോഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വരുന്ന ഒരു പാരൻകൈമയുടെ മോഡിഫിക്കേഷനാണ് ക്ലോറൻകൈമ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാരൻകൈമയിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. രണ്ടാമത്തെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് കോളൻകൈമ. ഈ കോളൻകൈമ പ്രത്യേകത വെച്ചാൽ ലിവിങ് ആയിട്ടുള്ള ഏക മെക്കാനിക്കൽ ടിഷ്യൂ ആണ് കോളൻകൈമ. അതായത് പ്ലാന്റ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ഏക ലിവിങ് ടിഷ്യൂസ് ആണ് കോളൻകൈമ. രണ്ടാമത്തെ വെച്ചാൽ പ്ലാന്റ്സിൽ ഏറ്റവും ആദ്യം ഉണ്ടായ സപ്പോർട്ടിങ് ടിഷ്യൂ ആണ് കോളൻകൈമ. അതായത് പ്ലാന്റ്സ് ആദ്യം ഒരു ഫ്ലോറിൽ സർഫേസിന് സപ്പോർട്ട് ചെയ്തിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ആൽഗി മജലുണ്ട്. അതിനുശേഷം പിന്നെ ഇറക്റ്റായിട്ട് വളരാൻ ഉണ്ടായ പ്ലാന്റ്സിനുള്ള ഫസ്റ്റ് സപ്പോർട്ടിങ് ടിഷ്യൂസ് ആയിട്ടുണ്ടായത് കോളൻകൈമയാണ്. പിന്നെ മൂന്നാമത്തേതാണ് ഇതിന് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസസ് ഉണ്ടാവില്ല. അതായത് ഈ കോളൻകൈമ ടിഷ്യൂസിന് സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസസ് ഉണ്ടാവില്ല. പക്ഷേ പാരൻകൈമക്കൊക്കെ ഒരുപാട് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് ഉള്ള ചില കോളൻകൈമ ടിഷ്യൂസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ലാക്യുണർ കോളൻകൈമ ഓഫ് ലെറ്റ്യൂസ്. ലെറ്റ്യൂസ് എന്ന് പറഞ്ഞൊരു ചെടീൻ്റെ സ്റ്റെമ്മിൽ ഉണ്ടാകുന്ന ലാക്യുണർ കോളൻകൈമ. ഈ ലാക്യുണർ കോളൻകൈമയ്ക്ക് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസസ് ഉണ്ട്. അപ്പോൾ അതൊരു എക്സെപ്ഷനാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എൻട്രൻസിനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അത്. കോളൻകൈമയിൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതായത് 3 ടൈപ്പ് കോളൻകൈമയുണ്ട്. അതിൽ ഒന്നാമതാണ് ആംഗുലർ, രണ്ടാമത്തത് ലാമെല്ലാർ, മൂന്നാമത്തെ ലാക്യുനേറ്റ് അഥവാ ട്യൂബുലാർ. ഈ ആംഗുലർ കോളൻകൈമ എന്ന് വെച്ചാൽ അത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ബേസിലാണ്. അത് ഇറഗുലറായിട്ട് അറേഞ്ച് ചെയ്ത ഒരു കൂട്ടം കോളൻകൈമ സെൽസാണ് ആംഗുലർ കോളൻകൈമ എന്ന് പറയുന്നത്. ലാമെല്ലാർ കോളൻകൈമയിൽ നമുക്ക് ആലോചിക്കാൻ അല്ലെങ്കിൽ ഓർത്തു വെക്കാനുള്ളത് എന്ന് വെച്ചാൽ റേഡിയലി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് സെൽസിന് ഉണ്ടാവുക. മൂന്നാമത്തെ ലാക്യുനേറ്റ് അല്ലെങ്കിൽ ട്യൂബുലാർ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ ട്യൂബുലാർ അറേഞ്ച്മെൻ്റ് ആണ് കോളൻകൈമ സെൽസിന് ഉണ്ടാവുക. മൂന്നാമത്തെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് നമ്മളെ സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് അത് നോൺ ലിവിങ് ആയിട്ടുള്ളൊരു ടിഷ്യൂ സിസ്റ്റമാണ്. അതായത് പ്ലാന്റ്സിന് റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും എല്ലാ സ്ട്രെങ്ത്തും കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസാണ് സ്ക്ലീറൻകൈമ. പക്ഷേ അത് നോൺ ലിവിങ് ആയിട്ടുള്ള സെൽസ് ആണ്.
പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ലിഗ്നിഫൈഡ് സെൽ വാൾസ് ആണ് ഉണ്ടാവുക. തിക്കായിട്ട് യൂണിഫോം ആയിട്ടുള്ള തിക്കനിങ് ഉള്ള സെൽ വാൾസ് ആണ് ലിഗ്നിങ് കൊണ്ട് ഉണ്ടാക്കിയ ലിഗ്നിഫൈഡ് സെൽ വാൾസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സാഫ്രൻ വെച്ച് സെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിഗ്നിഫൈഡ് സെൽസ് ആണ് പെട്ടെന്ന് ലിഗ്നിഫൈഡ് സെൽ വാൾ ഉള്ള സെൽസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ട് സ്ക്ലിയറിംഗ് കഴിയുമ്പോൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഫൈബേഴ്സും സ്ക്ലീറീഡ്സും. ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സൈലത്തിലും ഫ്ലോയിസിലും ഫൈബേഴ്സ്, ഫ്ലോയിങ് ഫൈബേഴ്സ്, സൈലന്റ് ഫൈബേഴ്സ് ഒക്കെ പഠിക്കുന്നില്ലേ, ആ ഒരു ഫൈബേഴ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു അതിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തേതാണ് സ്ക്ലീറീഡ്സ്. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് എന്താണെന്ന് നോക്കാം. സ്ക്ലീറിംഗ് ഗെയിമിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ അല്ല, അതിൻ്റെ ഒരു സ്ക്ലീറിംഗ് ഗെയിമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഫൈബേഴ്സ്. ഫൈബേഴ്സും ക്ലീറീഡ്സും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്താണ് ഫൈബേഴ്സ്. ഫൈബേഴ്സിന് പ്രത്യേകത പറഞ്ഞാൽ ഒരു നാരോ ടേപ്പറിംഗ് ആയിട്ടില്ല, പോയിൻ്റ് ആയിട്ടുള്ള എൻഡിനെ ടേപ്പറിംഗ് എൻഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോയിൻ്റ് ആയിട്ടുള്ള നാരോ എൻഡ്സ് ഉള്ള ഒരു സ്ക്ലീറിംഗ് ഗെയിമാണ് ഫൈബേഴ്സ്. അതിൻ്റെ ഉള്ളിലെ ല്യൂമൻ, അതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് വളരെ കുറവായിരിക്കും, നാരോ ല്യൂമൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്ലീറിംഗ് ഗെയിം ഡെഡ് ടിഷ്യൂസ് ആണ്. അപ്പം ഫൈബേഴ്സും ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. പക്ഷേ ഇതിന് ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അതായത് ഫ്ലോയിങ് ഫൈബേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫൈബേഴ്സ് പറയുമ്പോൾ നമ്മൾ സൈലും ഫൈബേഴ്സും ഫ്ലോയിങ് ഫൈബേഴ്സൊക്കെ വരുന്നത് സ്ക്ലീറിംഗ് ഗെയിമിൻ്റെ ഫൈബേഴ്സിലാണ്. അപ്പോൾ അതിലൊരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഫ്ലാക്സും ഹെമ്പും രണ്ട് ചെടികളാണ്. ഇതിലുണ്ടാവുന്ന ഫ്ലോയിങ് ഫൈബേഴ്സ് ലിവിങ് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, ബാക്കി ഒന്നും ലിവിങ് പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്ലോയിങ് ഫൈബേഴ്സ് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ബൊമേറിയ നിബിയ. അതൊരു എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക, ബൊമേറിയ നിബിയ എന്നുള്ള ഒരു പ്ലാന്റിൻ്റെ ചെടി, ആ ഒരു പ്ലാന്റിൻ്റെ പേര്. ബൊമേറിയ നിബിയക്കാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്ലോയിങ് ഫൈബേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ടുള്ള സ്ക്ലീറിംഗ് ഗെയിമിൽ ഫൈബേഴ്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് സ്ക്ലീറീഡ്സ് ആണ്. സ്ക്ലീറിംഗ് ഗെയിമിൽ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സ്ക്ലീറീഡ്സ്. സ്ക്ലീറീഡ്സ് പറഞ്ഞാലും ഡെഡ് സെൽസ് ആണ്, പക്ഷേ വ്യത്യസ്തമായ ഷേപ്പിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഫൈബേഴ്സ് പറഞ്ഞാൽ ഒരു ഫൈബർ രൂപത്തിൽ നാരോ ടേപ്പറിംഗ് ആയിട്ടുള്ള എൻഡ് പോയിന്റ് ആയിട്ടുള്ള ലെൻസുള്ള സാധനമാണ് ഫൈബേഴ്സ് എന്ന് പറയാം. പക്ഷേ സ്ക്ലീറീഡ്സിന് പിന്നെ ഒരുപാട് ടൈപ്പ് വ്യത്യസ്തമായ ഷേപ്പിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി 5 ടൈപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് കൊണ്ട് 4 ആദ്യത്തെ 4, പക്ഷേ നമുക്ക് ബ്രോഡായിട്ട് പറയുമ്പോൾ 5 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. അതിൽ ഒന്നാമത്താണ് ബ്രാക്കിയോസ്ക്ലീറൈഡ്സ്. ബ്രാക്കിയോസ്ക്ലീറൈഡ്സ് പറയുമ്പോൾ മോറോർലെസ് ഒരു ഐസോ ഡയാമെട്രിക് ഷേപ്പിൽ ഉണ്ടാകുന്ന ഒരു സ്ക്ലീറൈഡ്സ് ആണ്. ഈ ബ്രാക്കിയോസ്ക്ലീറൈഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ പേരിക്കാർപ്പിൽ കണ്ടുവരുന്ന ഒരു ഒരേ ഒരു സ്ക്ലീറൈഡ്സ് ബ്രാക്കിയോസ്ക്ലീറൈഡ്സ് ആണ്. അതായത് ഇപ്പോൾ കോക്കനട്ടിൻ്റെ ഷെല്ലിലെ പേരിക്കാർപ്പിൽ കണ്ടുവരുന്ന ഒരു സ്ക്ലീറൈഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോക്കനട്ട് ഷെല്ലിൽ കണ്ടുവരുന്ന സ്ക്ലീറൈഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രാക്കിയോസ്ക്ലീറൈഡ്സ് ആണ്. അപ്പോൾ ഫ്രൂട്ടിൻ്റെ പെരികാർപ്പിൽ കണ്ടുവരുന്ന സ്ക്ലീറൈഡ്സ് ബ്രാക്കിയോസ്ക്ലീറൈഡ്സ് ആണ്. രണ്ടാമതാണ് മാക്രോ സ്ക്ലീറൈഡ്സ് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതും സീഡ് കോട്ട് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് അതാണ്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ സീഡ് കോട്ടിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് മാക്രോ സ്ക്ലീറൈഡ്സ്. അതൊരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്, മെയിനായിട്ട് സീഡ് കോട്ടിലാണ് കണ്ടുവരുന്നത്. മൂന്നാമതാണ് ഓസ്റ്റിയോസ്ക്ലീറൈഡ്സ് എന്ന് പറയുമ്പോൾ ബോൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ക്ലീറൈഡ്സ് ആണ്. ഇത് മെയിനായിട്ട് നമ്മളെ സീഡ് കോട്ട്, ഫ്രൂട്ട് ബോളൊക്കെ കണ്ടുവരുന്നതാണ്. പിന്നെ ഒരു ബോൺ ഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. നാലാമത്താണ് ആസ്ട്രോസ്ക്ലീറൈഡ്സ് പറയുമ്പോൾ ഒരു സ്റ്റാർ ഷേപ്ഡ് അല്ലെങ്കിൽ സ്റ്റെല്ലൈറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ക്ലീറൈഡ്സ് ആണ്. ഇത് മെയിനായിട്ട് ഡൈക്കോട്ടിൻ്റെ ലീഫിൽ കണ്ടുവരുന്ന സ്ക്ലീറൈഡ്സ് ആണ്. ലാസ്റ്റ് ആയിട്ടുള്ള ഫിലിഫോം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫിലിഫോം ഒരു ഹെയർ ലൈക്ക് ആയിട്ടുള്ള സ്ക്ലീറൈഡ്സ് ആണ്. അത്രേ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ വരെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ bioentach@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പുതിയ വീഡിയോ കണ്ടുവരുന്നവരെ